വെൽക്കം ടു MS ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പൊളിറ്റി സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഏത് പാർട്ട് എന്ന് വെച്ചാൽ പാർട്ട് 3യിലാണ്. നമ്മൾ പഠിച്ചു പാർട്ട് 1 എന്തിനെ കുറിച്ച് പറയുന്നു? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇന്ത്യ എന്താണ്, ഇന്ത്യക്കകത്തുള്ള സ്റ്റേറ്റ്സ് എന്താണ്, യൂണിയൻ ടെറിട്ടറീസ് ഏതാണ്, അതിനെക്കുറിച്ച് പറയുന്നതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. എന്നാൽ പാർട്ട് 2 എന്തിനെ കുറിച്ച് പറയുന്നു? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു. ആ പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് പാർട്ട് 3, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി ഒരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരന്റെ സിറ്റിസൺഷിപ്പ്, പൗരത്വം കിട്ടുന്ന രീതിയെല്ലാം പഠിച്ചു. അപ്പോൾ ഒരു വ്യക്തി ഒരു ഇന്ത്യൻ പൗരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മിനിമം ലഭിക്കേണ്ട ഒരു റൈറ്റ്സ് ഉണ്ട്. ഒരു വ്യക്തി അദ്ദേഹം ഒരു പാവപ്പെട്ടവനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ ആ വ്യക്തി ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ മിനിമം ഇത്ര റൈറ്റ്സ് എന്താണ് ആ വ്യക്തിക്ക് കിട്ടിയിരിക്കണം. ആ റൈറ്റ്സിനെയാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ റൈറ്റ്സ് ഏതൊക്കെ കൊടുക്കണമെന്ന് എന്താണ് വളരെയധികം ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ഒരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ അവകാശങ്ങളുണ്ട്, അത് ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് കിട്ടിയിരിക്കും. അത് ഏതൊക്കെ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിച്ചപ്പോൾ കമ്മിറ്റീസിനെ കുറിച്ച് പറഞ്ഞത്. കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്, കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു. ഈ രണ്ട് കമ്മിറ്റീനെ ഹെഡായിട്ട് വന്നത് ആരാണ്? ദാറ്റ് വാസ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്ട് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആരെന്ന് വെച്ചാൽ അത് നമുക്ക് ആരെന്ന് പറയാം? അംബേദ്കർ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ ഇന്ത്യൻ കോടതി എടുത്തു നോക്കിയാൽ 90% കേസസ് കിടക്കുന്ന എന്തിന്റെ പേരിലെന്ന് വെച്ചാൽ ഓൺ ദ വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരാളെ ചെന്ന് അടിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ഡയറക്റ്റ് കൊണ്ടുപോയി കേസ് കൊടുക്കാം. ആ വ്യക്തി ഞാൻ കൊല്ലാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ലൈഫിനെ ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പുറത്ത് ഇഷ്ടംപോലെ കേസസ് ആണ് ഇന്ത്യക്കകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നോക്കാം. ഞാൻ പറയുന്നു ലോകത്ത് വന്ന ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെന്ന് വെച്ചാൽ ദാറ്റ് വാസ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് വരുന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോൾ അതിൽ എത്ര നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു? 7 ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 7 ആർട്ടിക്കിൾസിന് എഴുതിയ വർഷം 1789 എഴുതുന്നത്. ആ 7 ആർട്ടിക്കിളിൽ ഓരോ ചേഞ്ചസ് വരുത്തി മൊത്തം എത്ര ചേഞ്ചസ് ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയിട്ടുള്ള ആ ചേഞ്ച് നമ്മൾ വിളിക്കുന്നതാണ് അമെൻമെന്റ്സ് എന്ന് വിളിക്കും. അങ്ങനെ 27 അമെൻമെന്റ്സ് ഏതിലുണ്ട്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് 27 എന്തുണ്ട്? അമെൻമെന്റ്സ് ഉണ്ട്. ആ 27ൽ ആദ്യത്തെ 10 അമെൻമെന്റ്സിന്റെ 27ൽ കാണുന്ന ആദ്യത്തെ 10 അമെൻമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ്. ആദ്യത്തെ 10 അമെൻമെന്റ് നമ്മൾ എന്തെന്ന് വിളിക്കും? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വിളിക്കും. ആ ബിൽ ഓഫ് റൈറ്റ്സിനെയാണ് നമ്മൾ കോപ്പി അടിച്ചിട്ട് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റുക. അവരുടെ ആദ്യത്തെ 10 അമെൻമെന്റ്സിനെ നമ്മൾ എന്താണെങ്കിൽ കോപ്പി അടിച്ചിട്ട് ആ അമേരിക്കൻ വെർഷനിൽ നിന്ന് മാറ്റി പതുക്കെ എന്താണ് ഇന്ത്യൻ വെർഷനിലോട്ട് മാറ്റി. സോ ദ കോൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഹാസ് ബീൻ ഒറിജിൻഡ് ഫ്രം ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് USA ബിൽ ഓഫ് റൈറ്റ്സ്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് 10 അമെൻമെന്റ്സ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ 10 അമെൻമെന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളോട് പരീക്ഷ ഡയറക്റ്റ് ചോദിക്കും, പാർട്ട് 3 എന്തിനെ കുറിച്ച് പറയണേണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയണേണ്. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാർട്ടിലെന്ന് ചോദിച്ചാൽ ഏതിലെന്ന് പറയണം? പാർട്ട് 3യിലാണ് എന്ത് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 3യിലാണ് വരുന്നത്. ഇനി ബാക്കി നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് വരെ വരുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ 1 to 4 വരെ, 1 to 4 എന്തിനെ കുറിച്ച് പറയുന്നു? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി പറയുന്നു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു. എന്നാൽ പാർട്ട് 3 തുടങ്ങുന്നത് ഇവിടെ 11 അവസാനിച്ചെങ്കിൽ അടുത്ത ആർട്ടിക്കിൾ തുടങ്ങുന്ന 12 ആണ്. 12 to 35, ആർട്ടിക്കിൾ 12 to 35, ആർട്ടിക്കിൾ 12 to 35 എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിന് അറിയപ്പെടുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, എന്താണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. 1215 എന്നൊരു വർഷം, 1215 എന്നൊരു വർഷത്തിൽ ഇംഗ്ലണ്ടിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള രാജാവ് ഉണ്ടായിരുന്നു, ജോൺ രണ്ടാമൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാജാവ് വേട്ടയ്ക്കിറങ്ങുമ്പോൾ കാട്ടിലോട്ട് കയറിയിട്ട് എന്താണ് ഇദ്ദേഹം വേട്ട തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടുത്തെ കാട്ടുവാസികൾ എന്ത് ചെയ്യും? ഈ രാജാവിനെ വളയും.
ഓക്കെ, ഇദ്ദേഹത്തിന്റെ സഹായം ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് മാറിയാണ് ഇദ്ദേഹം കാട്ടിൻ്റെ അകത്ത് പെട്ടു. അങ്ങനെ ഇദ്ദേഹം ആരുടെ ഇടയിൽ, കാട്ടുവാസികളുടെ ഇടയിൽ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയി ഇദ്ദേഹത്തിന് എന്താണ്, കൊല്ലാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് കാട്ടുവാസികൾക്ക് അറിഞ്ഞൂടെ ഇതാണ് രാജാവെന്നൊക്കെ, പിടികൂടി നിർത്തിയിരിക്കും. ഉടനെ തന്നെ സഹായിയൊക്കെ വന്നിട്ട് ആൾക്കാരെന്താണ്, ഈ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് എന്താണ് ഈ കാട്ടുവാസികളെ പറഞ്ഞ് മനസ്സിലാപ്പിക്കും, ഇദ്ദേഹമാണ് ഈ നാട്ടിന്റെ രാജാവെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാട്ടുവാസികൾ പറയും അത് പറ്റില്ല, നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ രാജാവ് പറയുക, നിങ്ങൾക്ക് കുറച്ച് അവകാശങ്ങൾ തരാമെന്ന് പറയും. നിങ്ങൾ ഈ കാട്ടിലുള്ള വ്യക്തികൾക്കായിട്ട് പ്രത്യേകം ഒരു നിയമം ഞാൻ തരാമെന്ന് പറയും. അങ്ങനെ ലോകത്തെ ആദ്യമായിട്ട് എഴുതിയ, അല്ലെങ്കിൽ ദ മോസ്റ്റ് നമ്മൾ എഴുതി വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എന്നാൽ എഴുതി കൊടുത്ത ആദ്യത്തെ ഇമ്പോർട്ടന്റ് നിയമം എന്ന് പറയുന്നത്, ആദ്യത്തെ നിയമം നമ്മൾ ഹമ്മുറാബീസ് കോഡ് എന്നൊക്കെ പഠിച്ചു. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമത്തിന് അറിയപ്പെടുന്ന പേരാണ് മാഗ്ന കാർട്ട എന്ന് പറയും. ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലോ ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഇമ്പോർട്ടന്റ് നിയമത്തിന്റെ അകത്ത് ഒരുപാട് അവകാശങ്ങൾ എഴുതി കൊടുത്ത്, ആരൊക്കെന്ന് വെച്ചാൽ ആ കാട്ടുവാസിയുള്ള ആൾക്കാർക്ക് ഒരുപാട് പവേഴ്സ് എഴുതി കൊടുത്ത്. ആരെഴുതി കൊടുത്തു? ജോൺ രണ്ടാമനായിട്ടുള്ള രാജാവ്. വർഷം ഏതാണ്? 1215. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷവും രാജാവിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമത്തിന് അറിയപ്പെടുന്ന പേരാണ് മാഗ്ന കാർട്ട. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഏതെന്ന് വെച്ചാൽ, ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ബിക്കോസ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമം ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി കീ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് കീ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അഗൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് കോൾഡ് ആസ് എ കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആരെന്ന് പറയണം? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കോപ്പി അടിച്ചു, ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ കോപ്പി അടിച്ച് എഴുതി എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ജനുവരി 26, 1950 നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ വരെയാണ് ഇൻ ഫോഴ്സ്, ഇൻ പവറിൽ വന്നപ്പോഴത്തേക്കും എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ 7 മൗലിക അവകാശങ്ങൾ ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കും. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ് അതിൽ നിന്ന് ഒന്നിനെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര റൈറ്റ്സ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 6 നമ്മൾ പഠിച്ചിരിക്കണം. അതിന് 6 ഗ്രൂപ്പായിട്ടാണ്. എന്ന് പറയുമ്പോൾ ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിന് നോക്കാം, മൊത്തം 12 to 35 ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ 12 to 35 6 ഗ്രൂപ്പായിട്ടാണ്. പണ്ട് 7 ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 6 ഗ്രൂപ്പിലായിട്ടാണ് എന്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത്. അതിനാണ് there are only 7 fundamental rights at the beginning. At present there are only 6 fundamental rights. ഇനി ആ ഫണ്ടമെന്റൽ റൈറ്റ്സ്, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിവൈഡ് ചെയ്യുന്ന ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റൈറ്റ് ടു ഇക്വാലിറ്റി. ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡിവിഷൻ ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയും. റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 14 to 18. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, റൈറ്റ് ടു ഫ്രീഡം. രണ്ടാമത്തെയാണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം ഏത് മുതൽ ഏത് വരെ പറയുന്നത് വെച്ചാൽ ആർട്ടിക്കൽ 18 അവസാനിച്ചെങ്കിൽ ഇവിടെ ആർട്ടിക്കൽ 19 to 21 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൽസ് ആണ്. എന്നാൽ തുല്യതയെ കുറിച്ച്, റൈറ്റ് ടു ഇക്വാലിറ്റി എന്തിനെ കുറിച്ച് പറയുന്നു? തുല്യതയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൽ 14 മുതൽ 18 വരെ. ഇനി മൂന്നാമത്തെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് വരെ പറയുന്നു എന്ന് വെച്ചാൽ ആർട്ടിക്കൽ 22 to 24 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നത്. സോറി, ഇവിടെ ഒരു തെറ്റുണ്ട്. 19 to 22. ഇത് 19 to 22, ഇത് 23 and 24 ആണ്. ഇത് 23 to 24. അപ്പൊ റൈറ്റ് ടു ഫ്രീഡം 90 to 22, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 to 24. ഇനി നാലാമത്തെയാണ്
റൈറ്റ് ടു റിലീജിയൻ, ഏത് മതം ഞാൻ സ്വീകരിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണ് വരുന്നത്. ദാറ്റ് ഈസ് ഞാൻ ഏത് മതത്തിൽ ജനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് മതം ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് കംപ്ലീറ്റ്. ആ മതത്തിനുള്ള പല അവകാശങ്ങൾ, ഇപ്പൊ ഹിന്ദു മതത്തിന് കുറച്ച് അവകാശങ്ങൾ, മുസ്ലിം മതത്തിന് കുറച്ച് അവകാശങ്ങൾ, ക്രിസ്ത്യാനിറ്റി, എല്ലാവർക്കും അവരുടേതായിട്ട് അവകാശങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇനി അഞ്ചാമത്തെ പറയുന്നതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് എവിടുന്ന് എവിടം വരെ വരുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 29 to 30. ആർട്ടിക്കിൾ 29 to 30 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ആറാമത്തെ വരുന്നതാണ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ റിഫോംസ് എന്ന് പറയും. ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 32ാമത്തെ ആർട്ടിക്കിളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത് 14, ഇവിടെ എഴുതിയിട്ടുണ്ട് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 to 24, ചൂഷണം ചെയ്യാൻ, നമ്മൾ ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാൻ പാടില്ല, ആരും നമ്മളെ പനിഷ് ചെയ്യാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ്റെ അകത്ത് വരുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, നമ്മളെ രാജ്യത്ത് മെജോറിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്, മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. ആ മൈനോറിറ്റി ഗ്രൂപ്പ്സിന് കിട്ടുന്ന അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറയും. അടുത്ത റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഈ എഴുതിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും വെറുതെ എഴുതി വച്ചിരിക്കുന്ന മാത്രമാണ്. ഇതിന് പവർ കിട്ടണമെങ്കിൽ ആര് വേണം? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വേണം. എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് 32 to 35 ഒന്നുമില്ല, 32 വരെ മാത്രമേ ഉള്ളൂ. ടൈപ്പിംഗ് എററാണ്. ആർട്ടിക്കിൾ 32 എന്തിനെ കുറിച്ച് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നോക്കാം, നിങ്ങൾ ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് എവിടുന്ന് എവിടം വരെ മെൻഷൻ ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം പറഞ്ഞു വെച്ചിട്ട് ഇവിടെ കുറച്ച് ആർട്ടിക്കിൾസ് മിസ്സിംഗ് ആണ്. ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ 12ാമത്തെ ആർട്ടിക്കിൾ ഇവിടെ ഒന്നും പറയുന്നില്ല, 13ാമത്തെ ആർട്ടിക്കിൾ ഇവിടെ പറയുന്നില്ല. ബാക്കി 14 to 18 ഉണ്ട്, 19, 22, 23, 24, 25, 28, 29, 30. 30 കഴിഞ്ഞ് 31ാമത്തെ ആർട്ടിക്കിളിന് ഇവിടെ കാണാനില്ല. 32 ഉണ്ട്. പിന്നെ വരുന്ന 33 കാണാനില്ല, 34 കാണാനില്ല, 35 കാണാനില്ല. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾസ് എവിടെ പോയി? പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ 12 to 35 വരെ ഉണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾസ് ഒക്കെ എവിടെയാണ്? ഈ ഓരോ ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. എന്തുകൊണ്ട് ഇവരെ ഈ കൂട്ടത്തിൽ എഴുതുന്നില്ല? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതുന്നില്ല, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അണ്ടർ തന്നെയാണ് ഇവരെ കൂട്ടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നൊക്കെ നമ്മളിപ്പം പഠിക്കും. അപ്പോഴത്തേക്കും മനസ്സിലാവും. നമ്മൾ 12ാമത്തെ ആർട്ടിക്കിൾ വെച്ച് തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. എന്തുകൊണ്ട് ഈ കൂട്ടത്തിൽ എഴുതുന്നില്ല എന്ന് കുറച്ച് ആ 12ാമത്തെ ആർട്ടിക്കിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടി നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ. ഞാൻ പറഞ്ഞു, എന്റെ മൗലിക അവകാശങ്ങൾ, ഈ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമം എനിക്ക് ലഭിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പരീക്ഷയ്ക്ക് ചെന്നിരുന്നപ്പോൾ എൻ്റെ കൂടെ പറയണം, താങ്കൾ കേരളത്തിൽ നിന്ന് വരുന്നത്, സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ താങ്കൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റൂല. ഒരു ഓൾ ഇന്ത്യ പരീക്ഷ വരുമ്പോൾ അതെന്റെ ഇക്വാലിറ്റിയാണ് തടയുന്നത്. ഇന്ത്യയിൽ എല്ലാവരും ഈക്വൽ ആണ്. ഇവിടെ സൗത്തിൽ നിന്നോ നോർത്തിൽ നിന്നോ ഈസ്റ്റിൽ നിന്നോ വെസ്റ്റിൽ നിന്ന് പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇക്വാലിറ്റിയാണ് നഷ്ടപ്പെടുന്നില്ല. എന്റെ ഇക്വാലിറ്റി എവിടെയെങ്കിലും വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന ഏതെങ്കിലും റൈറ്റ്സ്, ഈ പറയുന്ന 6 ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്ക് ഡയറക്റ്റ് എവിടെ പോകാൻ പറ്റും? ഇന്ത്യയിലെ ടോപ്പ് കോടതിയായ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് വരാനുള്ള പൈസ ഇല്ലെങ്കിൽ എനിക്ക് ഹൈക്കോടതി പോകാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എനിക്ക് ഡയറക്റ്റ് പോയിട്ട് എന്ത് ചോദിക്കാം? എനിക്ക് നഷ്ടപ്പെടുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ചോദിക്കാൻ പറ്റും. അത്രയ്ക്കും പവറാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. കിട്ടിയില്ലെങ്കിൽ കോടതിയോട് നമുക്ക് എന്താണ് ചോദിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നൊക്കെ പഠിക്കും. അപ്പം കുറച്ചുകൂടി മീനിങ് മനസ്സിലായിപ്പോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ സുപ്രീം കോടതി, ഹൈക്കോടതി. എവിടെയെങ്കിലും വെച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു വാങ്ങിച്ചു തരും സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും. അതുകൊണ്ടാണ് ഇവർ എന്തെന്നാണ് വിളിക്കുന്നത്? ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സുപ്രീം കോടതിയാണ് വിളിക്കുന്ന പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ വിളിക്കും. എന്തുകൊണ്ടെന്ന് മനസ്സിലാവും, പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരേണ്ട സെന്റൻസ് ആണ്. പിന്നെ നേരത്തെ പഠിച്ചെന്ന് വെച്ച് പ്രശ്നമില്ല, നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളും. ഇവിടെ നോട്ട് ചെയ്തോണം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി 32 മാത്രമേ ഉള്ളൂ. 32 to 35 ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് അല്ല. ഇനി നമുക്ക് നോക്കാം, ആർട്ടിക്കിൾ 12 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ താഴെ എഴുതിക്കുന്ന അമെന്റ്മെന്റ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. അത് ആർട്ടിക്കിൾ 31 ബന്ധപ്പെട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 12 എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്. അല്ലെങ്കിൽ വേണ്ട,
ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്. എന്താണ് ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ, നോക്കാം, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ബുക്ക് എടുത്ത് നോക്കിയാൽ അതിലൊരിക്കലും കൺട്രി എന്ന് പറയുന്ന വാക്ക് കാണില്ല. ഇന്ത്യ ഈസ് എ കൺട്രി എന്ന് പറഞ്ഞ് കാണില്ല. അവിടെ ആ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ടേം അവിടെ കാണില്ല. അവിടെ ലോക്കൽ ഗവൺമെന്റ് അങ്ങനെയൊന്നുമില്ല. കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എന്തൊരു ടേം, ഒരു സ്റ്റേറ്റിനോ ഒരു പഞ്ചായത്തിനോ ഒരു സംസ്ഥാനത്തിനോ ഒരു കൺട്രിയോ എന്ത് ഡിഫൈൻ ചെയ്യാനും ഒരു ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പദമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? സ്റ്റേറ്റ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വിചാരിക്കല്ലേ ഇത് തമിഴ്നാട് സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ്, ഗുജറാത്ത് സ്റ്റേറ്റ്, അങ്ങനെ വിചാരിക്കല്ലേ. സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അത് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റേറ്റ് എന്ന് തന്നെ വിളിക്കും. സെൻട്രൽ ഗവൺമെന്റിനെ എന്തെന്ന് വിളിക്കും? സ്റ്റേറ്റ് എന്ന ഡെഫിനിഷൻ വിളിക്കും. സംസ്ഥാന ഗവൺമെന്റിനെ, സ്റ്റേറ്റ് ഗവൺമെന്റിനെ എന്തെന്നാണ് വിളിക്കുന്നത്? സ്റ്റേറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് ഗവൺമെന്റ്. ഏറ്റവും താഴെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, വീട്ടിന്റെ ഫ്രണ്ടിൽ റോഡില്ല, നമ്മൾ എവിടെ ചെന്നാണ് പറയുന്നത്? മുഖ്യമന്ത്രിയുടെ അടുത്തോ പ്രധാനമന്ത്രിയുടെ അടുത്തല്ല പറയുന്നത്, നമ്മൾ ഏറ്റവും അടുത്തുള്ള ലോക്കൽ മെമ്പറിന്റെ അടുത്ത് പറയും. അതാണ് ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനേഷനിൽ തന്നെ വിളിക്കും. പിന്നെയാണ് വരുന്നത് ഗവൺമെന്റ് ഷെയർ ഇടുന്ന ഏതൊരു സംഭവം. ഫോർ എക്സാമ്പിൾ SBI ബാങ്ക് എടുക്കുക. SBI ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബാങ്ക് പൂർണ്ണമായിട്ടും എന്താണ്? ഗവൺമെന്റിന്റെ ബാങ്ക് അല്ല. ഇതിൽ 100% ഗവൺമെന്റ് അല്ല പൈസ ഇട്ടിക്കുന്നത്. 50% കൂടുതൽ ഗവൺമെന്റ് പൈസ ഇട്ടിക്കുന്ന ബാങ്കാണ് SBI ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ 100 രൂപ എന്ന് പറയുന്ന പൈസ ഉണ്ട്. 100ന്റെ അകത്ത് ഞാൻ 70 രൂപ ഞാൻ ഇട്ടു, ബാക്കി 30 രൂപ നിങ്ങളിടെയാണ്. അപ്പോൾ ആ 100 രൂപ പങ്ക് ഏറ്റവും കൂടുതൽ ആരെയാണ്? അല്ലെ ഏറ്റവും കൂടുതൽ പാർട്ട് ആരെയാണ്? എന്റെ പാർട്ടാണ്. ഞാൻ പറയേണ്ട ആ 100 രൂപ എങ്ങനെ ചെലവാക്കണമെന്ന് ഞാൻ പറയും. അതുപോലെ ചെലവാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അതിൽ 70 റുപ്പീസ് ഇട്ടത് ഞാനാണ്. അതേപോലെയാണ് SBIക്കകത്ത് എന്താണ്? 50% കൂടുതൽ ഗവൺമെന്റ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ SBI ബാങ്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ബാക്കി ഷെയർസ് ഒക്കെ ഏതൊക്കെ പ്രൈവറ്റ് ആൾക്കാരാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി 30% മാത്രമേ അവർ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ്? അവരുടെ വോയിസിന് ബലം കുറവാണ്. ഇങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഏതൊരു ബോഡി ആയിക്കോട്ടെ, അത് പൂർണ്ണമായിട്ടും 100% ഗവൺമെന്റിന്റെ പൈസ അല്ല. പക്ഷെ എന്താണ്? അവിടെ മെജോറിറ്റി പോർഷൻ ഗവൺമെന്റ് വരുന്നതിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടേഴ്സ് എന്ന് വിളിക്കുക. ഇത് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടേഴ്സ്. ഇപ്പൊ ONGC, ഗെയിൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയും. ഗ്യാസ്, ഓക്കെ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഗെയിൽ എന്ന് പറയുന്നത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് വിളിക്കും. ഇവിടെ എന്താണ്? ആ ഗ്യാസിനെ കുറിച്ചൊക്കെ വരുന്ന ഒരു അതോറിറ്റി ബോഡിയാണ്. ഇവിടെ എന്താണ്? ഗവൺമെന്റിന്റെ ഷെയർ ഇതേപോലെ 50% കൊടുത്ത് ഗവൺമെന്റ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാനറ ബാങ്ക്, അവിടെ ഗവൺമെന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ കാനറ ബാങ്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. എപ്പം ഗവൺമെന്റ് ഇത് പിൻവലിച്ചാണ് അപ്പൊ എന്താണ്? ഇതൊരു പ്രൈവറ്റ് ബാങ്ക് ആയിട്ട് മാറും. പക്ഷേ എന്ന് വരെ ഗവൺമെന്റ് പൈസ 50% കൂടുതലുണ്ടോ അന്ന് ഇതിനെ എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷന്റെ അകത്ത് തന്നെയാണ് ഈ പറയുന്ന SBI, കാനറ ബാങ്ക്, ഗെയിൽ ഇവരെല്ലാവരും വരാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഒരു ലോക്കൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് എന്ന് വിളിക്കും. എനിബോഡി where government has a share will be called as a state. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ആർട്ടിക്കിൾ 12ന്റെ അകത്ത് എന്താണ് പറയുന്നത്? എന്താണ് സ്റ്റേറ്റ്? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് വായിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ 12ാമത്തെ ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മുമ്പിലോട്ട് വായിക്കുമ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്ന് മനസ്സിലാവില്ലേക്കും. അതുകൊണ്ട് ആദ്യമേ അവരെന്താണ് പറഞ്ഞു തന്നു പോകുന്നു. ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റിനെയും സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റിനെയും വിളിക്കുന്നു, പഞ്ചായത്ത് ഗവൺമെന്റിനെയും വിളിക്കുന്നു. എവിടെയൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്ന് പൈസ ഇട്ടിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു എന്ന് എന്ത് പറയുന്നു? ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ക്ലിയർ ആയിട്ട് എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കുക, ഇത് നമ്മൾ മനുഷ്യരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഫീലിങ്സോ എന്തെങ്കിലും നമ്മളെ ഫിസിക്കലി ഇമോഷണലി എന്തെങ്കിലും ടച്ച് ചെയ്യുന്ന സംഭവമാണോ? ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പദത്തിന്റെ മീനിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവർ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയൊക്കെയാണ് അതിനെ മാത്രമാണ് എന്താണ് ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എന്താണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ളേ ഉള്ളൂ. പക്ഷേ ഇതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ട് എന്ന് കൂട്ടാറില്ല. പിന്നെ പറയുമ്പോൾ മുമ്പിലോട്ട് വായിക്കാൻ വേണ്ടി ഈ ഡെഫിനിഷൻ വായിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 12ാമത്തെ ആർട്ടിക്കിൾ എന്തായിട്ട് കൂട്ടുന്നു? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കൂട്ടുന്നു. അത്രേ ഉള്ളൂ. ഇതൊരിക്കലും നമ്മളെ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരാത്തതുകൊണ്ട് ഇതിനെ ആ 6 നേരത്തെ നമ്മൾ പഠിച്ച ഈ 6 കാറ്റഗറിക്ക് അകത്ത് എന്താണ് ഇതിനെ കൂട്ടാറില്ല. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 പറയുന്നത് എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ.
ജുഡീഷ്യൽ റിവ്യൂ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നിയമം പുറത്തിറക്കാൻ, ഇന്ത്യ ആസ് എ ഹോൾ, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് മുഴുവനായിട്ട് ഒരു നിയമം പുറത്തിറക്കാനുള്ള അധികാരം ആർക്കെന്ന് വെച്ചാൽ പാർലമെന്റിന് മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് നിയമം പുറത്തിറക്കാനുള്ള അധികാരം. ഈ രാജ്യം പാർലമെന്റ് ഇറക്കുന്ന ഒരു നിയമം, ഫോർ എക്സാമ്പിൾ ഇപ്പം ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്ന ഒരു നിയമമാണ് 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള എല്ലാ വണ്ടി എന്തായിട്ട് മാറ്റുക, സ്ക്രാപ്പ് ആയിട്ട്, ആക്രിയായിട്ട് കണക്കൂട്ടണമെന്ന് പറഞ്ഞു. ഈ ഒരു നിയമം കൊണ്ടുവന്നപ്പോഴത്തേക്ക് സപ്പോസ് ഈ നിയമം തെറ്റാണെന്ന് വയ്ക്കുക, ഇത് ഗവൺമെന്റ് അംഗീകരിച്ച് കോടതി അംഗീകരിച്ച നിയമമാണ്, എന്നാലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു നിയമം തെറ്റാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളാം. ഈ നിയമം തെറ്റെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആരും, ഇന്ത്യയിലുള്ള 130 കോടി ജനങ്ങളിൽ ഒരാൾ പോലും പോയിട്ട് എന്താണ് കേസ് കൊടുക്കുന്നില്ല ഈ നിയമം തെറ്റാണെന്ന് പറയാൻ. ബിക്കോസ് എല്ലാവർക്കും പാർലമെന്റിനെ പേടിയുണ്ട്, ആരും കേസ് കൊടുക്കുന്നില്ല. പക്ഷേ കോടതിയുണ്ട് ഇന്ത്യക്കകത്ത്. എന്തിനാണ് കോടതി, എന്തിനാണ് ജുഡീഷ്യറി സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിനാണെങ്കിൽ പോലും ഈ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടി ഇവിടെ ആരുണ്ട്? ജുഡീഷ്യറി ഉണ്ട്. The laws are created by parliament, but to check the eligibility of the law, judiciary is present. കോടതി എന്തിനാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റ് ചെയ്ത് വന്ന നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ നോക്കാൻ. അവർ ഈ നോക്കുന്ന നിയമം, ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഈ നിയമം അവർക്ക് തെറ്റായിട്ട് തോന്നണമെങ്കിൽ, ഈവൻ ദോ ഇന്ത്യക്കകത്തുള്ള ഒരു വ്യക്തി പോലും ഈ നിയമം തെറ്റാണെന്ന് പറഞ്ഞ് കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കോടതിക്ക് സ്വയമേ അത് കേസ് എടുക്കാം. അതിനെയാണ് സുയോ മോട്ടോ കേസ് എന്ന് പറയും. അതിനെയാണ് സുയോ മോട്ടോ കേസ് എന്ന്. കോടതിക്ക് സ്വയമേ എന്താണ് കേസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി കൊണ്ടുവന്ന് കേസ് കൊടുത്താലും കോടതി എന്ത് ചെയ്യും? ഇപ്പം കോടതിക്ക് ആ നിയമം തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കോടതി അതിനെ ജുഡീഷ്യറി എന്ത് ചെയ്യണം? ആ നിയമത്തിനെ റിവ്യൂ ചെയ്യും. എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും. ഒന്നെങ്കിൽ ആ നിയമത്തിനെ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ആ നിയമത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. ഈ പവർ ഓഫ് കോടതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. ഇന്ത്യക്കകത്ത് നിയമം ക്രിയേറ്റ് ചെയ്യാനുള്ള പാർലമെന്റിന് അധികാരം ഉണ്ടെങ്കിൽ ആ നിയമം ശരിയാണോ തെറ്റാണോ നോക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കുണ്ട്. ആ നിയമത്തിന് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, മുമ്പിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആ ബലം കോടതിക്ക് തരുന്ന ആർട്ടിക്കിൾ ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് കോടതിയുടെ പവറിനെ കുറിച്ച്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന സംഭവം, ഈ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തതെന്ന് വെച്ചാൽ വി ആർ ബോറോഡ് ഇറ്റ് ഫ്രം USA. അമേരിക്കയിൽ നിന്ന് കടമെടുത്ത സംഭവമാണ് ദാറ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. കോടതിയുടെ ഈ പവറിനെയാണ് റിവ്യൂ ചെയ്യാൻ, ഏതൊരു നിയമത്തിനെ റിവ്യൂ ചെയ്യാനുള്ള പവറാണ് ജുഡീഷ്യൽ റിവ്യൂ. ക്ലിയർ ആണല്ലോ? നമ്മൾ ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 12 നോക്കിക്കഴിഞ്ഞു, 13 നോക്കി. 12 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റും 13 ജുഡീഷ്യൽ റിവ്യൂ. ഇത് നമ്മൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി 14 മുതൽ 18, ഈ കംപ്ലീറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിന്റെ ഇടയ്ക്ക് നിന്ന് മിസ്സാവുന്ന ആർട്ടിക്കിൾ 31 ഉണ്ട്. അതെന്തുകൊണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ പഠിച്ചേ പോകും. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ഇതിപ്പം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നോക്കി. താങ്ക് യു.